ആദ്യമേ തന്നെ പ്രത്യക്ഷീകരണ സാക്ഷിയായി എന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ നിർത്തിയതിന്, ഈ അൾത്താരയിൽ നിർത്തിയതിന് അമ്മ മാതാവിനോടും ഈശോപ്പനോടും 1000 നന്ദി പറയുന്നു. എൻ്റെ ചേച്ചിയും എൻ്റെ ഹസ്ബൻഡ് അമ്മയും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു ഡിസംബറോട് കൂടിയിട്ട് ഹസ്ബൻഡിന് പെട്ടെന്ന് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങേണ്ടതായിട്ട് വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ ഇരുട്ട് മാത്രമായിരുന്നു. കാരണം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഒരുപാട് പേയ്മെൻറ്റുകൾ അതുപോലെ ലോണ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്തെന്നുള്ളൊരു ചിന്തയിൽ ഞാൻ പറഞ്ഞു നമുക്ക് അമ്മയുടെ അടുത്ത് പോകാം, അമ്മ തന്നെ ഒരു മാർഗം കാണിച്ചു തരുമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു. കഴിഞ്ഞ വർഷം 2023 ജനുവരി 15-ാം തീയതിയാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ ആലോചിച്ചു ഇനി എന്ത് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് തോന്നി നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഷോപ്പ് തുടങ്ങാമെന്ന് വിചാരിച്ച് ഒരു ഷോപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വാടകയ്ക്ക് എടുക്കാനായിട്ട് റൂം നോക്കി. ഒത്തിരി റൂമുകൾ നോക്കിയിട്ടും നമുക്കതൊന്നും പറ്റുന്നില്ല. കാരണം ഒരുപാട് സെക്യൂരിറ്റി പൈസ പറയുന്നു, അതുപോലെ അതിന് വാടക ഒക്കെ ഒത്തിരിയാണ് പറയുന്നത്. അവസാനം മാതാവ് ഞങ്ങൾക്ക് അനുയോജ്യമായ സെക്യൂരിറ്റിയിലും വാടകയിലും ഒരു റൂം കണ്ടെത്തി തന്നു. അങ്ങനെ ഞങ്ങൾ അതിന് ടോക്കൺ കൊടുത്തതിന് ശേഷം അത് തുടങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കതിന് വേണ്ടി ക്യാഷ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാമെന്ന് തീരുമാനിക്കുകയും മുദ്രാ ലോണിന് വേണ്ടിയിട്ട് അപേക്ഷ വയ്ക്കാം എന്നൊക്കെ തീരുമാനിച്ച്, അപ്പോൾ നമ്മൾ ഏത് വാർഡിലാണോ നമ്മൾ ഈ ഷോപ്പ് ഇരിക്കുന്നത് അവിടുത്തെ ബാങ്കിൽ വേണം നമ്മൾ ചെല്ലാനായിട്ട്. അങ്ങനെ SBIയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു ഈ മുദ്രാ ലോണിനേക്കാളും നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ലോണുണ്ട്, അതൊന്ന് നോക്ക് എന്ന് പറഞ്ഞു ഹസ്ബൻഡിനോട്. എന്നിട്ട് ആ മാഡത്തിൻ്റെ നമ്പർ തന്നു. ആ മാഡത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പ്രൊജക്റ്റ് റിപ്പോർട്ടും മറ്റ് രേഖകളൊക്കെ ആയിട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്നു. അത്ഭുതം എന്ന് പറയട്ടെ, നമ്മൾ ഈ പ്രൊജക്റ്റ് റിപ്പോർട്ട് ആ മാഡത്തിന് കൈമാറിയ ആ നിമിഷം തൊട്ട് നമ്മുടെ മുന്നേ പോയി മാതാവ് എല്ലാ കാര്യങ്ങളും, അതായത് നമുക്കറിയാം ഒരു ലോണിന് വേണ്ടി നടന്ന അതിൻ്റെ ബാക്കിയുള്ള പേപ്പറുകളൊക്കെ ശരിയാക്കി എടുക്കണമെങ്കിൽ ഒത്തിരി സമയം വേണ്ടി വരും. പക്ഷെ ചെല്ലുമ്പോൾ ഇന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് എന്ന രീതിയിൽ ഞങ്ങൾക്ക് എടുത്തു തന്ന പോലെ എല്ലാം മാതാവ് തന്നു. അത് മാതാവ് മുന്നേ പോയി എല്ലാം ചെയ്തു വച്ചതാണെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾക്ക് അതിനൊരു വേറെ ഒരു കാര്യം ഞങ്ങൾക്കത് ചെന്ന് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഇത് ഞങ്ങൾക്കില്ല. അങ്ങനെ ഒരു ഏപ്രിൽ 21-ാം തീയതി ഞങ്ങൾ ആദ്യത്തെ ഷോപ്പ് തുടങ്ങി. പിന്നീട് മാതാവ് ഞങ്ങളെ അങ്ങോട്ട് നയിക്കുകയായിരുന്നു. കാരണം ഈ ഷോപ്പ് തുടങ്ങി ഒരു 3 മാസത്തെ ഗ്യാപ്പിൽ ഞങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് 4 ഷോപ്പ് തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ 4 ഷോപ്പുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളത് കൃപാസന മാതാവിനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അല്ലാതെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പുത്രൻ്റെയുമായി ഞങ്ങളതിനെ കാണുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അതിന് ഒരുപാട് നന്ദി ഞാൻ അമ്മയോടും ഈശോപ്പനോടും പറയുന്നു. ഇനി എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഇതെൻ്റെ മകളാണ്. ഇപ്പോൾ മകൾ 2-ലാണ് പഠിക്കുന്നത്. അവൾക്ക് LKGയിൽ പഠിക്കുന്ന സമയത്ത് അന്ന് കൊറോണ ആയതുകൊണ്ട്, അന്ന് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് സ്കൂളിൽ പോകേണ്ടിയിരുന്നില്ലാത്തത് കൊണ്ടും പിന്നെ പുറത്തേക്ക് അങ്ങനെ ഒത്തിരി ഇല്ലാത്തത് കൊണ്ടും കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ UKGയിലേക്ക് പോയി തുടങ്ങി ഒരു മാസത്തിൽ ഒരു 5 ദിവസം പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. ചുമ, പനി, ആദ്യം ഒരു ജലദോഷം വരും, പിന്നെ അത് പനിയായി മാറും, പിന്നെ അത് ചുമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവ് പകലുമില്ലാത്ത ചുമ, നിർത്താതെയുള്ള ചുമ. ഒരു വെളുപ്പിനൊരു 4 മണിക്കൊക്കെ കുഞ്ഞങ്ങ് എണീറ്റിരുന്ന് ചുമയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ കണ്ടിരിക്കാനേ സാധിക്കുകയുള്ളൂ. മരുന്ന് കൊടുത്താലും ഒന്നും ഒരു പ്രയോജനമില്ല. ഇങ്ങനെ വൊമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഭക്ഷണം എന്തെങ്കിലും തൊണ്ടയിൽ ചെന്നാൽ അപ്പം തന്നെ അത് ഛർദ്ദിക്കും. കുഞ്ഞൊന്നും കഴിക്കാത്ത കാരണം ഞങ്ങൾക്കും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അലോപ്പതി ചെയ്തു, ഹോമിയോ ചെയ്തു, ആയുർവേദം ചെയ്തു, കുറച്ചൊരു വ്യത്യാസം വരും. ഒരു 7 ദിവസം മരുന്ന് കഴിച്ചാൽ പിന്നെ കുറച്ച് ദിവസം 2 ദിവസത്തേക്ക് സ്കൂളിൽ പോവും, പിന്നെ അങ്ങനെ തന്നെ മടുത്തു. അവസാനം ഒരു ഹോമിയോ ഡോക്ടർ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് നമുക്കൊന്ന് അലർജി ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ IG ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നോർമലി നമുക്കൊരു 60 IG എന്ന് പറയുന്നത്. പക്ഷേ കുഞ്ഞിന് 3850 അലർജി. ഈ റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഇതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിക്കും 5 വർഷത്തോളം മരുന്ന് കഴിക്കണം. പിന്നെ അത് മാത്രമല്ല സ്കൂളിലൊക്കെ നിങ്ങൾ വിടണം, പുറത്തൊക്കെ കൊണ്ടുപോകണം, ഇതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടാലേ അസുഖം മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും കുഞ്ഞിനെ തൈലം പുരട്ടുകയും പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ കഞ്ഞിയിലൊക്കെ ഉപ്പിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞു 1 വർഷം കഴിയാതെ ഇനി നിങ്ങൾ ടെസ്റ്റ് ഒന്നും ചെയ്യണ്ട, ഇതങ്ങനെ കുറയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു 1 മാസം കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ മാതാവിൻ്റെ കരുണ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട്
1500 കുഞ്ഞിൻ്റെ IG ശരിക്കും കുറഞ്ഞിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥന നിർത്തിയില്ല. അതുപോലെ തന്നെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ കുഞ്ഞിന് ഒരു പ്രശ്നമില്ല. ഒരു 1.5-2 വർഷത്തോളം എൻ്റെ കുഞ്ഞ് നിർത്താതെ അനുഭവിച്ച ആ ദുഃഖത്തിന് ഞങ്ങൾക്ക് മാതാവ് ശമനം തന്നു. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. സ്കൂളിൽ മിടുക്കിയായിട്ട് പോകുന്നു. വല്ലപ്പോഴും വരുന്ന ഒരു പനി അല്ലെങ്കിൽ ഒരു ചുമ, അത് മാത്രമേ ഇപ്പോൾ കുഞ്ഞിനുള്ളൂ. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അതിന് ഞാൻ മാതാവിനോടും ഈശോപ്പനോടും 1000 നന്ദി പറയുന്നു. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇൻ്റർ കാസ്റ്റ് മാര്യേജ് ആയിരുന്നു. ഹസ്ബൻഡായിരുന്നു ക്രിസ്ത്യൻ, ഞാൻ ഹിന്ദു ആയിരുന്നു. കല്യാണം ഞങ്ങൾ രജിസ്റ്ററായിട്ടാണ് ചെയ്തത്. പക്ഷേ എങ്കിൽ കൂടിയും എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ക്രിസ്ത്യാനിറ്റി. എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തിട്ടും മാമോദിസ മുങ്ങാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിൽ വെച്ച് കല്യാണം നടത്താനോ കുഞ്ഞിനെ വേദപാഠ ക്ലാസ്സിൽ വിടാനോ അത് സാധിക്കുന്നില്ല. ഞങ്ങൾ മനഃപൂർവ്വം ഒരു സാഹചര്യം ഉണ്ടാക്കി ഇതിന് വേണ്ടിയിട്ട് തയ്യാറായാൽ പോലും ഞങ്ങൾക്ക് അതിന് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാതാവിനോട് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം അതാണ്. ഞങ്ങളുടെ മാമോദിസയും കല്യാണവും നടത്തി തന്നെ കുഞ്ഞ് 1ാം ക്ലാസ്സിലായി, ഇനി വേദപാഠത്തിന് വിടണം. അപ്പോൾ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണെന്ന് പറഞ്ഞു. അത് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് മാതാവ് ഒരു അവസരം തരികയും ഞങ്ങളതിന് പ്രാർത്ഥിച്ചൊരുങ്ങുകയും മാമോദിസ കഴിഞ്ഞു, പള്ളിയിൽ വെച്ച് കല്യാണം കഴിഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസ കഴിഞ്ഞു. ഇപ്പോൾ മോള് വേദപാഠ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ മരിയയും എൻ്റെ കുഞ്ഞ് അന്നയുമാണ്. അതുപോലെ തന്നെ അത് നേടിത്തന്ന ഈ കൗദാശിക ജീവിതത്തിലേക്ക് ഒരു വഴികാട്ടി തുറന്നു തന്ന അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും എൻ്റെ ഏറ്റവും വലിയ സാക്ഷിയും. അതുപോലെ എനിക്കറിയില്ല എല്ലാവർക്കും എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സന്തോഷമാണ് എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത്. കാരണം രാവിലെ ഞങ്ങളൊരു 3:30 ആവും വരുമ്പോൾ, വീട്ടിൽ നിന്ന് പോരുമ്പോൾ. അപ്പോൾ മോൾക്ക് ഇങ്ങനെ ചുമയും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് സ്വെറ്ററൊക്കെ ഇടിച്ച് മാസ്കൊക്കെ വെച്ച്, പിന്നെ അതുപോലെ ചൂടുവെള്ളം കൊണ്ടൊക്കെയാണ് പോരുന്നത്. വന്ന വഴിക്ക് ചൂടുവെള്ളമൊക്കെ കൊടുത്ത് നിർത്തി ബൈക്കിനാണ് വരുന്നത്. അപ്പോൾ യാത്രകൾ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ നമ്മുടെ ഈ റോഡ് പണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു പോകുമ്പോൾ ഒത്തിരി വെയിൽ, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് വന്നെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ യാത്രകൾ ഈ ബുദ്ധിമുട്ട് ഓർത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഒരു വാഹനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. കാരണം ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ല, ഒരിക്കലും ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ലാത്ത ഒരു കാര്യമാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ മാതാവിനോട് 3ാമത്തെ ഉടമ്പടിയിൽ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അർഹരെങ്കിൽ, ഞങ്ങൾക്ക് അനുയോജ്യമെങ്കിൽ മാതാവേ നിൻ്റെ അടുത്ത് വരാൻ ഞങ്ങൾക്കൊരു വാഹനം വേണമെന്ന് പറഞ്ഞു. ഇന്ന് ഞങ്ങൾ സ്വന്തം വാഹനത്തിലാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. മാതാവിനെ കാണിക്കാനും അതുപോലെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ നേടിത്തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. ഞങ്ങളിവിടെ ശരിക്കും ഒരു പൂ ചോദിച്ചു വന്നപ്പോൾ മാതാവ് എന്നാൽ പിടിച്ച ഒരു പൂക്കാലം പറഞ്ഞ് ഞങ്ങൾക്ക് എടുത്തു തന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പൂക്കാലമാണ്. കാരണം ഇനിയും മുന്നോട്ട് ഇങ്ങനെ തന്നെ ജീവിച്ചു പോകണം. ഞങ്ങളെയും എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും അതുപോലെ തന്നെ എൻ്റെ മോളും ഈശോയുടെയും മാതാവിൻ്റെയും ആ കരവലയത്തിനുള്ളിൽ തന്നെ നിന്ന് ജീവിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാർത്ഥനയും ആഗ്രഹവും. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാനിങ്ങനെ സ്റ്റാൻഡിലൊക്കെ പോയിട്ട് പത്രങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ കടകളിലൊക്കെ കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായവും എല്ലാവർക്കും ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ കുഞ്ഞ് പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ ഒത്തിരി പാവപ്പെട്ട കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പാഠപുസ്തകങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ടീച്ചർമാരൊക്കെ പറയും. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ എല്ലാ രീതിയിലും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മുന്നിട്ട് ഞാൻ നിന്ന് എല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്തു തന്ന മാതാവിനും ഈശോപ്പനും വീണ്ടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 നന്ദി ഞാനിവിടെ പറയുകയാണ്. നന്ദി മാതാവേ, നന്ദി ഈശോപ്പ. പുറപ്പാടിൻ്റെ പുസ്തകം 15:2 നാം വായിക്കുന്നു. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. പ്രിയതയും കുടുംബവും പരിശുദ്ധ അമ്മയോട് ലഭിച്ച ദൈവപിതാവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഏറെ ക്ലേശത്തോടുകൂടി കടബാധ്യതകളോടെ പോയ ജീവിതകാലത്തെയും ഒരു കടയെടുത്ത് ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിച്ച കാര്യങ്ങളും അവിചാരിതമായി ലഭിച്ച ഉപദേശവും അതിലൂടെ ഒരു കടയിൽ തുടങ്ങി ഇന്ന് 4 കടകളിൽ എത്തി നിൽക്കുന്ന വലിയ ദൈവാനുഗ്രഹത്തെയും മകൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. മകൾക്ക് ഒത്തിരി ക്ലേശത്തോടെ ഉണ്ടായിരുന്ന അലർജിയുടെ അസുഖവും ആദ്യം രോഗമറിയാതെ ചികിത്സ പോയതും രോഗമറിഞ്ഞ് സൗഖ്യത്തിലേക്ക് വരുവാനുള്ള സാധ്യത ഒരുങ്ങിയതും ഒത്തിരി നാളത്തെ ചികിത്സ പറഞ്ഞപ്പോഴും അമ്മ മാതാവിൽ ശരണപ്പെട്ട് തൈലവും ഉപ്പും ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞിനത് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ നേർച്ച വസ്തുക്കളോട് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ച് മകൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു.
യാത്രയ്ക്ക് സുഗമമായി എത്തിച്ചേരുന്നതിന് ഒരു വാഹനത്തെക്കുറിച്ചുള്ള ആഗ്രഹവും പ്രാർത്ഥനയും അത് സഫലമായതും മകളിവിടെ പങ്കുവച്ചു. പരിശുദ്ധ അമ്മ മാതാവ് ആഗ്രഹിച്ച് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഏറ്റവും അനുയോജ്യമായ നന്മകൾ നൽകുവാൻ സദാ സന്നദ്ധയാണ്. അവർക്ക് സ്വയം കൈകളിൽ പണമില്ലെങ്കിലും കഴിവില്ലെങ്കിലും മെറിറ്റില്ലെങ്കിലും ദൈവകൃപയിൽ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കും വിധം മുന്നോട്ട് കൊണ്ടുപോകുവാനാവും വിധം ഗ്രേസിൽ മാത്രം അവരെ സഹായിച്ചത് അവർ പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം ഏറെ നാളായി വലഞ്ഞുകൊണ്ടിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് ഒരു നിമിഷം അമ്മ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ ആ കുഞ്ഞിന് വരുന്ന രോഗസൗഖ്യത്തെക്കുറിച്ച് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തിന് ഉടമ്പടി എടുക്കുന്നു? അത് വിശ്വാസം വളരുവാനും ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാനും ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനുമാണെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. അവർ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നുവെങ്കിലും കൗദാശിക ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും 5 വർഷത്തോളം തടസ്സമായി നിന്നത് ഉടമ്പടി എടുത്ത ഉടനെ അടുത്ത ദിവസം മുതൽ അത് കൗദാശിക ജീവിതത്തിലേക്കുള്ള പ്രവേശനമായി തീരുകയും ഇന്ന് കൗദാശിക ജീവിതത്തിലും കുഞ്ഞിൻ്റെ മതബോധനത്തിനും ഉപകരിക്കും വിധം വിശ്വാസം ആഴപ്പെടുവാനും ദൈവനാമം മഹത്വപ്പെടുത്തുവാനും അമ്മ മാതാവിൽ ശരണപ്പെട്ട് പുണ്യപ്രവൃത്തികൾ ചെയ്യുവാനും അവരെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നു. അമ്മ വഴി ഇവർക്ക് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ദൈവപിതാവിന് സമർപ്പിച്ച് കരഘോഷത്തോടുകൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.